1201 കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതായത് കാര്യങ്ങൾ സാധിക്കുന്നതിനുള്ള ഒരു അലച്ചിൽ ഒഴിവാക്കി കിട്ടി കാര്യങ്ങളെല്ലാം വേഗം സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്ത് കാര്യസാധ്യത്തിനായിട്ട് നമ്മൾ ഏത് ഓഫീസിൽ ഇറങ്ങിയാലും അല്ലെങ്കിലും എല്ലാം നല്ല രീതിയിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഇനി വിസ സംബന്ധിച്ച പ്രശ്നങ്ങൾക്കാണ് ഓഫീസിൽ പോകുന്നതെങ്കിലും വേഗം നടന്നു കിട്ടും. അതുപോലെ തന്നെ പുത്രിക്ക് ഏതെങ്കിലും രോഗത്താലും മക്കൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ അമ്മ ഏതെങ്കിലും രീതിയിൽ രോഗങ്ങളാലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാലോ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള അസുഖങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. അവരുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകൾക്കൊക്കെ കുറച്ചെങ്കിലും ഒരു ആശ്വാസം ലഭിക്കുന്നു. ശാരീരികപരമായിട്ടുള്ള വേദനകളും വിഷമങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. വാഹന അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിക്കുന്നു. എങ്കിലും വാഹനം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുപോലെ ബന്ധുക്കളുടെ വിരോധം മാറിക്കിട്ടുന്നു. നിങ്ങൾക്ക് ബന്ധുക്കളോടുള്ള വിരോധവും ബന്ധുക്കൾക്ക് നിങ്ങളോടുള്ള വിരോധവും എല്ലാം മാറിക്കിട്ടി രമ്യതയിലേക്കാകുന്നു. ചിലർക്ക് വീട് പണി പൂർത്തിയാക്കി കുറെ താമസം വന്നിരിക്കാമെങ്കിലും വീട് പണി പൂർത്തിയാക്കി അടുത്ത മാസം ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ പാലുകാച്ചി താമസിക്കാനായിട്ടുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ കേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം വിജയിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുത്രനും പുത്രിക്കും വിദ്യാഭ്യാസമായിട്ട് വളരെ അകല ദേശത്തേക്ക് താമസിക്കുന്നതിനും ചിലർക്ക് ഒരു യോഗം കാണുന്നുണ്ട്. കൂടുതലും വിദേശ രാജ്യത്തേക്കായിരിക്കാം. അപമാനത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പേരുദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. ശ്രമിച്ചു കഴിഞ്ഞാൽ പല നല്ല രീതിയിൽ ധനം സമ്പാദിക്കുന്നതിനും കൂടാതെ നല്ല സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ദമ്പതിമാർ തമ്മിൽ പിണങ്ങി വഴക്കിട്ട് അകന്നു പോകാം എന്നുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. വയറിന് അസുഖം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വീഴ്ച മൂലമോ അപകടം മൂലമോ ഒക്കെ ദേഹോദ്രവം വരാൻ സാധ്യതയുള്ളതിനാൽ നേരത്തെ ശ്രദ്ധിക്കുക. സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഈ ഒരു മാസം കൂടി ഒന്ന് കാത്തിരിക്കേണ്ടി വരും. കാരണം ഈ മാസം നടന്നു കിട്ടാൻ ഇത്തിരി താമസം വരും. ചതിവിലും വഞ്ചനയിലും പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. എന്നാലും എല്ലാം റെഡിയാകും. ശത്രു സംഹാര പൂജകൾ ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ്. ഇനി തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. 14 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഈ കുട്ടിക്ക് ഇപ്പം കാണുന്നില്ല. സ്വർണം വെള്ളി മുതലായ ലോഹങ്ങൾ ആഭരണങ്ങളായി ലഭിക്കുന്നതിന് സമ്മാനങ്ങളായി ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ത്വക്കിന് ചില അലർജി ഉണ്ടാകാം എന്നതൊഴിച്ചാൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇതിൽ ചില കുട്ടികളെ മോഷ്ടാക്കൾ തട്ടിക്കൊണ്ടു പോകുന്നതിനാല് ഈ സമയം ഈ കുട്ടികളെ വളരെ ചിലരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവർക്ക് ഈ സമയം മോഷ്ടാക്കൾ അവരെ തട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഭയക്കാനല്ല പറഞ്ഞത്, ചില കുട്ടികളെ, എല്ലാ കുട്ടികളെ അല്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. അതുപോലെ തന്നെ അഗ്നി മൂലവും വിഷവസ്തു മൂലവും ഇവർക്ക് ഉപദ്രവം വരാൻ സാധ്യതയുള്ളതിനാൽ അതിൽ നിന്ന് കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതാണ്. ചിലർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യം എവിടെയും ലഭ്യമാകുന്നു. വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനും അത് തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്നു. ആരെയും മയക്കുന്ന ഒരു വാക് സാമർഥ്യം ഇവർക്ക് കൊച്ചുനാള് മുതൽ തന്നെ ഇവർക്ക് ജന്മന ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആയതിനാൽ ഇവർക്ക് വളരെ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. അതിനാൽ വളരെ ശ്രമിച്ചാൽ ഇവർക്ക് പ്രസംഗം പഠിക്കാനും അത് നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് നല്ലൊരു പ്രാസംഗികനാകാൻ ഇവർക്ക് സാധിക്കുന്നു. കുടുംബത്തിൽ പുതിയ വാഹനം ലഭിക്കുന്നതിനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ശത്രുക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകാം. സർക്കാരിൽ നിന്നും അധികാര സ്ഥാപനങ്ങളിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. ഈ കാലം കുട്ടിയും വീട്ടുകാരും ഒരു വിധത്തിലും അടുത്ത വീട്ടുകാരുമായിട്ടോ ആരുമായിട്ട് തന്നെയും വഴക്കിനോ തർക്കത്തിനോ ഒന്നും പോകരുത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാമെങ്കിലും ആരും സമ്മതിച്ചു തരാൻ പോകുന്നില്ല. അത് പിന്നെ വഴക്കിനും ബഹളത്തിനും ഒക്കെ കാരണമാകും. അതുമൂലം നിങ്ങൾക്ക് ധാരാളം സാമ്പത്തിക നഷ്ടം വരുന്നതിന് സാധ്യതയുണ്ട്. കുടുംബസമേതം ചിലർ അന്യദേശത്തേക്ക് മാറി താമസിക്കുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. ടൈഫോയിഡ് പോലുള്ള പനികൾ പിടിക്കാം, അല്ലെങ്കിൽ വാദം, പലതര വാദമുണ്ട്, ഏതെങ്കിലും വാദങ്ങൾ പിടിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ എന്നിരുന്നാലും മിക്ക കുട്ടികൾക്കും വിദ്യാഭ്യാസം തുടർന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അരിഷ്ടതകളും മോശം കാലവും ക്രമേണ മാറിക്കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അവിചാരിതമായി ധനലാഭം ഉണ്ടാകുന്നതിനും ഇവർക്ക് യോഗമുണ്ട്. ഈ സമയം പ്രണയം തുടങ്ങുവാൻ പറ്റിയ ഒരു കാലമല്ല. ഈ കാലഘട്ടത്തെ കുടുംബത്തിൽ
കൃഷി ഭൂമിയോ വീട് നിർമ്മിക്കാനുള്ള സ്ഥലമോ ലഭിക്കുന്നതിനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. വാഹനങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, കാരണം ചെറിയൊരു അപകട സാധ്യത ഇവിടെ കാണുന്നുണ്ട്. 21 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള കാലത്ത് ഈ കാലയളവ് ഒരുവിധം ഗുണകരമായ ഒരു സമയമാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. പല നേട്ടങ്ങൾ ഉണ്ടാകുന്നു. മികച്ച വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്നു. ചിലർക്ക് ഉന്നതമായ വിദ്യാഭ്യാസങ്ങളിലും പല രീതിയിലുള്ള തിരിഞ്ഞ വിദ്യാഭ്യാസങ്ങളിലും, ചിലർ ഗവേഷണ രംഗത്തേക്കോ ചിലർ സാങ്കേതിക രംഗത്തേക്കോ അങ്ങനെയൊക്കെ അവർക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നു. തികച്ചും ആത്മാർത്ഥ ഒരു പരിശ്രമം ഇവിടെ ആവശ്യമാണ്. അംഗീകാരങ്ങളും പല നേട്ടങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും യോഗം കാണുന്നുണ്ട്. ഇഷ്ടവാഹനവും വീടും സ്വന്തമാക്കാനും യോഗമുണ്ട്. തൊഴിൽ സംബന്ധമായി ഇവർ ശ്രമിച്ചു കഴിഞ്ഞാൽ ധാരാളം പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. ചില രോഗങ്ങൾ വരുമെങ്കിലും അതൊന്നും ഒരു ശല്യം ചെയ്യുന്നില്ല, ചികിത്സ ലഭിക്കുന്നു. ഈശ്വരാനുഗ്രഹം നേടാൻ, അതുപോലെ സമ്പത്തും ഐശ്വര്യങ്ങളും നിലനിർത്താനും വേണ്ടുന്നുള്ള പൂജകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലർക്ക് നാട്ടിലോ വിദേശത്തേക്കോ വ്യാപാര ശൃംഖല വളർത്തുന്നതിന് ഇവർക്ക് ഒരു യോഗം കാണുന്നുണ്ട്. നല്ല രീതിയിൽ ആ ബിസിനസ് ശൃംഖല വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. കൃഷിക്ക് ഏറെ ധാരാളം തോട്ടങ്ങളും വസ്തുവകകളും ഉള്ളവർക്കാണെങ്കിൽ കൃഷിക്ക് ഏറെ ഗുണമുള്ള ഒരു സമയമാണ് അവർക്ക്. നാൽക്കാലി വ്യാപാരം നടത്തുന്നവർക്കാണെങ്കിൽ അതും വളരെയധികം ഗുണം ലഭിക്കുന്നു. ചിലർക്ക് ശത്രുക്കളെ കണ്ടെത്തുവാനും അവരെ ശിക്ഷിക്കാനും വേണ്ടത് ചെയ്യാനുമുള്ള ഒരു ഔദ്യോഗികമായ പദവി ലഭിക്കുന്നു. സമൂഹത്തിലെ ഉന്നതന്മാരുമായി സഹകരിക്കുന്നതിന് സാധിക്കുന്നു. 41 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ വലിയ നേട്ടമുള്ള ഒരു കാലമല്ല ഇത്. അധികാരികളിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാം. ആയതിനാൽ കമ്പനി മീറ്റിങ്ങുകൾ, മറ്റ് സന്ദർശനങ്ങൾ ഇവയൊന്നും കമ്പനി നിർദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കരുത്. കൃത്യമായി അതിൽ പങ്കെടുക്കുക. ശത്രുക്കളെയും അസൂയാലുക്കളെയും സൂക്ഷിക്കുക. മേലധികാരികളുമായി ഒത്തുചേർന്ന് പോകാൻ നിങ്ങൾ ശ്രമിക്കുക. എന്നാൽ അവരെ അകമഴിഞ്ഞങ്ങ് നിങ്ങൾ വിശ്വസിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളിലും ഒരു രഹസ്യമായ സ്വഭാവം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ വീക്ക്നെസ് ആരും അറിയരുത്. അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് അപകടമാകുന്നു. സൂക്ഷിച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. ജോലിയിൽ അശ്രദ്ധ ഒരിക്കലും കാണിക്കരുത്. നിങ്ങളുടെ ജോലി വേറൊരാളെ ഒരിക്കലും ഏൽപ്പിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ തന്നെ ചെയ്യുക. ചിലര് പർവ്വത പ്രദേശങ്ങളിലും വനദേശങ്ങളിലും സാഹസികമായിട്ട് ഒരു സഞ്ചാരം നടത്തുന്നതിനുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. അതുമൂലം പല നേട്ടങ്ങളും അവർക്ക് ഉണ്ടാകാം. നീർദോഷം, വായുകോപം എന്നിവ ചിലർക്ക് പിടിപെടുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. 47 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇതുവരെ വളരെ ശ്രമപ്പെട്ടതിനാൽ ഇവരുടെ ജീവിതം വളരെ അധ്വാനം നിറഞ്ഞതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടം അവർക്ക് വളരെ നല്ലതാകുന്നു. സൂക്ഷിക്കാതെ വിന വരുത്തിയവർക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം സൂക്ഷിച്ചവർക്ക് ഒരു പ്രശ്നമില്ലാത്തൊരു നല്ല ഒരു സുവർണ കാലമാണ്. വിശേഷ അതിഥികളെ സൽക്കരിക്കുന്നതിനും അതുവഴി നിങ്ങൾക്ക് പല മേഖലകളിലും നിങ്ങൾക്ക് പ്രവേശിക്കുന്നതിനും സാധിക്കുന്നു. എവിടെയും വിശ്വാസമുള്ള ഒരു ശൃംഖല, സ്നേഹിതന്മാരുടെ ശൃംഖല കെട്ടിപ്പടുക്കുന്നതിനും നിങ്ങൾക്കൊരു യോഗം കാണുന്നുണ്ട്. ഈ നെറ്റ്വർക്ക് മൂലം ബിസിനസ്സിലും കാർഷിക രംഗത്തും തൊഴിലിലും നിങ്ങൾക്ക് വളരെയധികം ഉയരുവാൻ സാധിക്കുന്നു. പല വിലപ്പെട്ട സമ്മാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു. ഉത്തമമായ തന്റെ ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ബംഗ്ലാവും സ്വന്തമാക്കാൻ സാധിക്കുന്നു. ചെറിയ രോഗങ്ങൾ ഉണ്ടാകാമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പൊതുവെ വീടും ജോലി സ്ഥലവുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്ന ഒരു സമയമാണിത്. മനസ്സിൽ സന്തോഷമുണ്ടെങ്കിലും ഒരു തൃപ്തിയില്ലാത്ത ഒരു അവസ്ഥ ചിലർക്കുണ്ടാകാം. 57 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചിലർക്ക് ചില അവയവങ്ങൾക്ക് സർജറി വേണ്ടി വന്നേക്കാം. സർക്കാരിൽ നിന്നും ചില പ്രതികൂല നടപടികൾ ഉണ്ടാകാം. കാരണം ശത്രുക്കൾ ശല്യം ചെയ്യുന്നത് കൊണ്ടാണ് ഈ നടപടികൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചില പുരുഷന്മാർക്ക് അന്യ സ്ത്രീകൾ നിമിത്തവും ചില അന്യ സ്ത്രീകൾക്ക് പുരുഷന്മാർ നിമിത്തവും ഒക്കെ ചില ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മാനഹാനി പോലുള്ള ഉപദ്രവങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അത്തരത്തിൽ ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെടരുത്. വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും വരുന്നത്. ബന്ധുവിന്റെ മരണം നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന്, വളരെ പ്രായം ചെന്ന ഒരു ബന്ധുവിന്റെ മരണം ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചവർക്ക് ധനവും ഐശ്വര്യങ്ങളും ധാരാളം നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. നിക്ഷേപങ്ങളിൽ നിന്നും ഉയർന്ന രീതിയിലുള്ള ആദായം ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളും ദീർഘദൃഷ്ടിയോടുകൂടി ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. 64 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഈ കാലം ചിലർക്ക് അനുകൂലവും പ്രതികൂലവുമായ ഒരു 2 തരം പ്രതിഭാസമുള്ള ഒരു കാലമാണ്. കണ്ടറിഞ്ഞ് ശ്രദ്ധിച്ചവർക്ക് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നു. അശ്രദ്ധ കാണിച്ചവർക്ക് ഏറെ രീതിയിൽ നഷ്ടങ്ങളും സംഭവിക്കുന്നു. അലർജിയും ത്വക്ക് രോഗവും വരുന്നതിന് ചിലർക്ക് സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ ശരീരം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. എക്സിമ, വെള്ളപ്പാണ്ട്, സോറിയാസിസ് എന്നിവ വരാനുള്ള ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്.
ഒരു സാഹചര്യമോ ചെറിയ സാധ്യതയാണ്, എല്ലാവർക്കുമല്ല. ആയതിനാൽ തക്ക ചികിത്സ തേടുക. ചിലർക്ക് പ്രമേഹം, BP മുതലായ രോഗങ്ങളും വന്നേക്കാം. എന്നിരുന്നാലും ധനത്തിനും ഐശ്വര്യങ്ങൾക്കും കുറവ് വരുന്നില്ല. ആയുധങ്ങളിൽ നിന്ന് മുറിവ് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചിലർ വിദേശത്തേക്ക് പോകാനും അവിടെ സ്ഥിരതാമസമാകാനും ഭാഗ്യമുണ്ട്. ഈ സമയം വിഷവസ്തുക്കളിൽ നിന്നും കീടനാശിനി തളിക്കുമ്പോഴും വേണ്ടുന്ന, നിങ്ങളൊരു തോട്ടം ആണ് നോക്കുന്നതെങ്കിൽ കീടനാശിനി തളിക്കുമ്പോൾ വേണ്ടുന്ന സുരക്ഷാ നടപടി സ്വീകരിച്ച് വേണം നടക്കാനായിട്ട്, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരുന്നതിന് സാധ്യതയുണ്ട്. പല രോഗങ്ങളും വന്നേക്കാം. ശരീരത്തിന് ബലക്കുറവ് വരുന്നതിന് ഒരു സാധ്യത ചിലർക്ക് കാണുന്നുണ്ട്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഇനി പറയാനുള്ള കാര്യം, ആദിത്യ ഗുരുയോഗം നടക്കുന്നതിനാൽ അറിവ് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത് പുതിയ രീതിയിലായിരുന്നാലും, ചെറിയ കോഴ്സ് ആയിരുന്നാലും വലിയ കോഴ്സ് ആയിരുന്നാലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയായിരുന്നാലും ഒരു കോഴ്സ് നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നേതൃത്വ പാഠകം, രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കാൽ വയ്ക്കുന്നതിന് നല്ലൊരു സമയമാണ്. ആഗ്രഹത്തെ ബുദ്ധിശക്തിയുമായി യോജിപ്പിച്ചിട്ട്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അംബീഷൻ എന്താണോ ആ ആഗ്രഹം നടപ്പിലാക്കുന്നതിന് വേണ്ടി ബുദ്ധിപരമായി ആലോചിച്ച് നീങ്ങാനുള്ള ഒരു സമയമാണിത്. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മീയ കാര്യങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ആശയക്കുഴപ്പം വരുന്നതിന് സാധ്യതയുണ്ട്. ദൈവം ഉണ്ടോ, ഈ മതഗ്രന്ഥങ്ങളിൽ പറയുന്നതെല്ലാം ശരിയാണോ എന്നുള്ളൊരു ആശയക്കുഴപ്പം ഉണ്ടാകാം. ബന്ധുക്കളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതായിട്ടാണ് ചിലരെ കാണുന്നത്. കേതു ശുക്ര യോഗത്തിനാൽ ബന്ധങ്ങളിൽ ഒരു മിഥ്യാധാരണ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതായത് എല്ലാവരെയും തെറ്റിദ്ധരിക്കപ്പെടുന്നു. അത് മാത്രമല്ല, പരസ്പരം ഒരു വിശ്വാസമില്ലായ്മ പല ബന്ധങ്ങളിലും ഉണ്ടാകാം. ഒരിക്കലും നടക്കാത്ത, യുക്തിപൂർവ്വം ചിന്തിച്ചാൽ 1% പോലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ആൾക്കാരെയും കാണാൻ സാധിക്കുന്നു. വ്യക്തിപരമായ ബന്ധങ്ങളിലും വിള്ളലുകൾ ഉണ്ടാകുന്നു. ആത്മീയതയിൽ നിന്ന് ഭക്തജനങ്ങൾ അകന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ചിലര് ആഡംബരത്തിന് വേണ്ടി ദേവാലയങ്ങളും മറ്റും കൊള്ളയടിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പുണ്യപ്പെട്ട മതഗ്രന്ഥങ്ങൾ ചില കപട ആചാര്യന്മാർ ദുർവ്യാഖ്യാനം നടത്തി ഭക്തജനങ്ങളിൽ ആശയക്കുഴപ്പം, ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാൽ അവർക്ക് അതിലും വലിയ ഒരു ഇതാവുന്നു. ഏതായാലും ഈ കർക്കിടക മാസം ഭക്തജനങ്ങൾക്ക് ഒരു നല്ല സമയമല്ല. നിങ്ങൾക്ക് വാസ്തുപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക്, ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കർക്കിടക മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.